ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൽ പോയിന്റ് ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന രേവതിയും സച്ചിയും കൂട്ടിക്കൊണ്ട് ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ചന്ദ്ര. അതിനുശേഷം ഇരുവരോട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുകയും രേവതിയോട് സച്ചിയോട് മേഴ്സിയൊക്കെ ഇട്ട് കടന്നോളാൻ പറഞ്ഞ് തിരികെ പോകാനൊരുങ്ങുന്ന സമയത്ത് സച്ചി വേഗം രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് ചന്ദ്ര തിരിഞ്ഞു നോക്കാട്ടെ. ഇരുവരും ചമ്മിപ്പോകുന്നുണ്ട്. ഇരുവരെക്കാൾ അധികം ചന്ദ്രയും ചമ്മിപ്പോകുന്നുണ്ട്. അത് ചന്ദ്ര പറയാൻ കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഒരു നാണത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. രേവതി ആണെങ്കിൽ സച്ചിയുടെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചി കേട്ട് പതിയെടുത്ത് തല്ലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ഹാളിൽ കടന്നുറങ്ങുന്ന ശ്രുതിക്കാണ് ഉറക്കം പറഞ്ഞില്ല. ഒന്നാമത് ഒടുക്കത്തെ ചൂട്, അതിൻ്റെ ഇടയ്ക്കാണ് കൊതുകും കടിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയുടെ പിണക്കം മാറ്റാനായിട്ട് തൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്തായാലും ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാമെന്നും പറഞ്ഞുകൊണ്ട് പതിയെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രുതിയുടെ ഈ ഒരു വരവും കാത്ത് നമ്മുടെ ചന്ദ്ര അവിടെ തന്നെ നിൽപ്പുണ്ടാവും. ചന്ദ്രയുടെ കാൽക്കലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് മുകളിലേക്ക് നോക്കുന്ന നേരത്തെ ചന്ദ്രയെ കാണുമ്പോഴത്തേക്കും അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് കാലിലേക്ക് പിടിക്കുന്നുണ്ട്. മോനെ ഞാൻ നല്ല രീതിയിൽ തന്നെ അനുഗ്രഹിക്കുക, അതേ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു, നീ എഴുന്നേറ്റ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ എഴുന്നേൽപ്പിച്ച ശേഷം ഒരുപാട് തല്ലുന്നുണ്ട്. ആ ഒരു ഒച്ചയും ബഹളം കേട്ടുകൊണ്ട് രവിയും ശ്രീകാന്തും വർഷയും രേവതിയും സച്ചിയും എല്ലാം തന്നെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിലും ഒന്നും മനസ്സിലാവാത്ത രീതിക്ക് തന്നെ എഴുന്നേറ്റിരിക്കുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എന്താ കാര്യമെന്ന് രവി ചോദിക്കുമ്പോഴത്തേക്കും പറയരുത് എന്നൊരു ആക്ഷൻ ശ്രുതി കാണിക്കുന്നുണ്ട്. ഞാനത് പറയുകയില്ല, ആരെന്നോട് ചോദിച്ചാലും ഞാൻ പറയുകയില്ല, എനിക്കത് പറയാൻ നാണക്കേടാണ് എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും സച്ചിക്ക് വേഗം കാര്യം മനസ്സിലാവുന്നുണ്ട്. സച്ചി രേവതിയോടും രേവതിയുടെ മുഖഭാവം കണ്ടുകൊണ്ട് വർഷ കാര്യം തിരക്കുന്ന സമയത്ത് രേവതി ഇന്ന കാര്യമാണ് ഒരു ആക്ഷനിലൂടെ കാണിച്ചു കൊടുക്കുകയും വർഷ വേഗം ഈ ഒരു കാര്യം ശ്രീകാന്തിനോടും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രവി ഒഴികെ ബാക്കി എല്ലാവർക്കും എന്തിനു വേണ്ടിയിട്ടാണ് ശ്രുതിനെ ചന്ദ്ര തല്ലുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഒന്നും മനസ്സിലാവാതെ രവി വീണ്ടും ചോദിക്കുക, എന്താ ചന്ദ്ര കാര്യം എന്താന്ന് പറ, ഒരു കാര്യമില്ല, നീ അവനെ തല്ലുകയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കാര്യമില്ല, നിങ്ങളെല്ലാവരും പോയി കടന്നുറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. രവി പോകാൻ തുടങ്ങുന്ന സമയത്ത് ഒന്നും തന്നെ മനസ്സിലായില്ല, അവൾ എന്തിനായിരിക്കും അവനെ തല്ലിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ശ്രുതിയോടായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്ക്, ഇനി മേലിൽ ഇമാതിരി ആവർത്തിച്ചാണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് വഴക്ക് പറയുകയും ശ്രുതി അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയോടായിട്ട് നീ എന്ത് കാണാതിരിക്കുക, നീ കടന്നുറങ്ങാൻ നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ചന്ദ്ര തിരികെ നടക്കാനൊരുങ്ങുന്ന സമയത്താണ് ഡോറ് പൂട്ടിയിട്ടില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ഈ പെണ്ണിന് ഒരു ശ്രദ്ധയില്ല. അവൾ പോത്തിനെ പോലെ കടന്നുറങ്ങിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വഴക്ക് പറഞ്ഞ് ഡോറ് പൂട്ടുകയാണ് കേട്ടോ. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡോറും തുറന്ന് നമ്മുടെ ശ്രുതി പുറത്തേക്ക് പോയതാണ്. ആ ഒരു കാര്യം ചന്ദ്രയോ ശ്രുതി ആരും തന്നെ കാണുന്നില്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി ചെന്നതിന് ശേഷം ശ്രുതി ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതിക്ക് ഇപ്പോൾ പട്ടുമെത്തയിലും അതുപോലെ തന്നെ സുഖ സൗകര്യങ്ങളാണ്. എൻ്റെ പാവം ശ്രുതി പണിയെടുത്ത് അവക്കടെ നടുവ് തേഞ്ഞു പോവാറായി. എന്തായാലും അവൾക്ക് നല്ലൊരു പണി കൊടുക്കണം, അവൾക്കായിട്ടുള്ള പണി ഞാൻ ഇന്ന് തന്നെ കൊടുക്കുന്നതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നാളെ എന്തായാലും അവളായിരിക്കില്ല കോലം വരയ്ക്കുന്നത്, അവളായിരിക്കും മുട്ടടിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കരിയിലെല്ലാം ഇവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മിറ്റം നിറച്ചും കരിയില തൂക്കിയിട്ടിട്ട് അകത്തേക്ക് കയറി പോകാനൊരുങ്ങുന്ന സമയത്താണ് ഡോറ് പൂട്ടിയായിട്ട് ശ്രുതിക്ക് മനസ്സിലാവുന്നത്. വേഗം തന്നെ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. എന്നിരുന്നാലും പെട്ടെന്ന് ചിന്തിക്കണം, അയ്യോ അമ്മ ഇത് കേട്ടിട്ട് ശരിയാവില്ല, അമ്മയെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ വിളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് അതും ശരിയാവില്ല. അമ്മ ചിലപ്പോൾ വഴക്ക് പറയും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഇവിടെ തന്നെ കടന്നുറങ്ങി നിവൃത്തിയുള്ളൂ, അത് കൊതുകിൻ്റെ ശല്യം അത് അതിലുപരി ഇനി എന്ത് ചെയ്യും, പുറത്തു വല്ലതും ബെഡ്ഷീറ്റ് വല്ലതും കിടക്കുന്നുണ്ടോ എന്ന് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ചെല്ലുന്ന സമയത്താണ് അവിടെ നൈറ്റ് കിടക്കുന്നത് കാണട്ടെ. പെട്ടെന്ന് ചിന്തിക്കുന്നത് ആരുടെ ആയിരിക്കും നൈറ്റ്, ഇവിടെ ആരും നൈറ്റ് ഉപയോഗിക്കാമല്ലോ, ചിലപ്പോൾ പുതിയത് മേടിച്ചിട്ട് അലക്കാനിട്ടിരിക്കുന്നതായിരിക്കും, എന്തായാലും ഇതുകൊണ്ട് ഉപകാരമായി എന്ന് പറഞ്ഞിട്ട് ശ്രുതി നൈറ്റ് ഇട്ടതിന് ശേഷം തലയിലൊരു കെട്ടും കെട്ടിയാണ് കേട്ടോ കടന്നുറങ്ങാനും കിടക്കുന്നത്. ഇതേ സമയം തന്നെ സച്ചി രേവതി ആവട്ടെ, സച്ചി നല്ല റൊമാൻറ്റിക് മൂഡിലാണ്. കുളിയെ കഴിഞ്ഞ് വന്നതിന് ശേഷം രേവതിനോടൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ രേവതിയോട് ചോദിക്കുന്നത്, നീ ഇപ്പോൾ വളരെയധികം സന്തോഷവതിയല്ലേ അമ്മയുടെ ഒരു മാറ്റത്തിൽ നിന്ന് ചോദിക്കുമ്പം ശ്രുതിയോടുള്ള ദേഷ്യത്തിലാണെങ്കിലും അമ്മയ്ക്ക് എന്നോടുള്ള പെരുമാറ്റത്തിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് സച്ചേട്ട, എന്നാൽ നാളെ കാലത്ത് എനിക്ക് എഴുന്നേൽക്കാം, നമുക്ക് കടന്നുറങ്ങാമെന്ന് പറയുമ്പോഴത്തേക്ക് കടന്നുറങ്ങാനോ ഈ സമയത്ത് നമുക്ക് തന്നെയായിട്ട് റൂം കിട്ടിയതല്ലേ രേവതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയുടെ അടുത്ത് ചെല്ലാണ്ട് പെട്ടെന്ന് തന്നെ രേവതി സച്ചി തള്ളി നീക്കിയതിന് ശേഷം അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ സച്ചി ആ ഒരു സമയത്ത് ചെറിയ റൊമാൻറ്റിക് സോങ്സ് ഒക്കെ കാണിക്കുകയും അതിന് ശേഷം രേവതിയെ കൂട്ടിക്കൂടി തന്നെ സച്ചി റൂമിലേക്ക് കയറി പോകുന്ന ഭാഗവുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കപ്പെട്ട നേരം പുലരുമ്പോൾ തന്നെ ചന്ദ്ര വന്ന ശ്രുതിനെ വിളിച്ചെഴുന്നേപ്പിച്ച് കോലം വരയ്ക്കാനായിട്ട് കുളിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കാണ്ടി കുളിക്കാതെ ഞാൻ കോലം വരയ്ക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. കുളിക്കാതെ കോലം വരയ്ക്കുക, പോയി കുളിച്ചിട്ട് വാടിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് രേവതി കോലം വരയ്ക്കാനുള്ള പൊടിയും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്ന കാണുമ്പോൾ തന്നെ ചന്ദ്ര ചോദിക്കുന്നത്, നീ എന്താ രേവതി മോള് നേരത്തെ എഴുന്നേറ്റ് മോള് പോയി കടന്നുറങ്ങി
വരയ്ക്കോളാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അല്ലാമ്മ കോലം വരയ്ക്കേണ്ടതല്ലെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഇന്ന് നീ എന്തായാലും കോലം വരയ്ക്കേണ്ടെന്ന് കോലം വരയ്ക്കാൻ വേറെ ആളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രുതി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി പറഞ്ഞു നമുക്ക് കോലമൊന്നും വരയ്ക്കാൻ അറിയില്ലല്ലോ അമ്മ, ഞാൻ തന്നെ വരച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്കും നീ ഒന്നും പറയണേ, ഇന്ന് അവൾ തന്നെ കോലം വരച്ചോളും, നീ അതൊക്കെ അവക്കടയിലേക്ക് കൊടുക്കാൻ പറയണം. അങ്ങനെ 3 പേരും കൂടെ പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് മിറ്റം നിറച്ചും കരയില കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും 3 പേര് അതിശയിക്കുകയാണ് കേട്ടോ. അതിനുശേഷം സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കുന്ന സമയത്താണ് നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് ഒരാൾ കിടക്കുന്നത് കാണുന്നത്. അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നത് തന്നെ ശ്രുതിയാണെന്ന് 3 പേർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ആ ഒരു ഭാഗത്തിലൂടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.